എല്ലാവർക്കും മുത്തശ്ശി കഥയിലേക്ക് സ്വാഗതം. പെരുന്തച്ഛൻ്റെ കഥയാണ് നമ്മൾ കഴിഞ്ഞ തവണ കുറച്ച് കേട്ടത് അല്ലേ? പാവയെ ഉണ്ടാക്കിയതും ഒക്കെ കേട്ടു. ഇനി പെരുന്തച്ഛൻ്റെ തന്നെ ഒന്ന് രണ്ട് കഥയും കൂടി പറയാം. പെരുന്തച്ഛൻ ഒരിക്കൽ ഒരു വഴിയാത്ര പോവുമായിരുന്നു. അപ്പോൾ കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഒരു അമ്പലം പണിയണത് കണ്ടു. ആശാരിമാർ മേൽക്കൂര ഉണ്ടാക്കുന്നത് കണ്ടു. അമ്പലത്തിൻ്റെ പണികൾ നടക്കുകയാണ് അവിടെ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ അവരുടെ പണിയൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു. ആശാരിമാർ പെരുന്തച്ഛനെ കണ്ടിട്ട് അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ എന്താണെന്ന് വെച്ചില്ല, പെരുന്തച്ഛനാണെന്ന് മനസ്സിലാവാഞ്ഞിട്ടായിരിക്കും, അത്രയും കഴിവുള്ള ആളാണെന്ന് മനസ്സിലാവാഞ്ഞിട്ടാവും, ഒന്ന് ബഹുമാനിക്കുകയോ ഒന്ന് വർത്തമാനം പറയുകയോ ഒന്നും ചെയ്തില്ല. അതുപോലെ ഊണ് കഴിക്കാൻ അവർ ഉണ്ണാറായപ്പോൾ ഊണ് കഴിക്കാൻ പോയി. പെരുന്തച്ഛൻ അവിടെ എങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഒരു ലോഹ്യോ ഊണ് കഴിക്കാൻ പോവാണ്, വരുന്നുണ്ടോ ഒരു ചോദ്യമോ ഒന്നും ഉണ്ടായില്ല. അവരങ്ങോട്ട് ഊണ് കഴിക്കാൻ പോയി. അപ്പോഴും പെരുന്തച്ഛൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇദ്ദേഹത്തിനോട് ഒന്നും മിണ്ടിയില്ല. അപ്പോൾ കണ്ടതായി പോലും നടിച്ചില്ല, ഇങ്ങനെ ഒരാളവിടെ ഇരിക്കുന്നുണ്ടെന്ന് പോലും നടിച്ചില്ല. അപ്പോൾ ഉണ്ണാറായപ്പോൾ ഉണ്ണാൻ പോയി. പെരുന്തച്ഛൻ ഉടനെ ഈ ശ്രീകോവിലിനുള്ള കഴുക്കോലിൻ്റെ അറ്റത്തൊക്കെ ഓരോ അവരുടെ ഒപ്പം പണിയുന്ന മൂത്താശാരി വരച്ചതിൻ്റെ കൂടെ പെരുന്തച്ഛൻ ചില വരയൊക്കെ വരച്ചു വെച്ചു. എന്നിട്ട് പെരുന്തച്ഛനും പോയി. ആശാരിമാർ ഊണ് കഴിഞ്ഞ് വന്നു, പിന്നെയും പണി തുടങ്ങി. ഊണ് കഴിഞ്ഞ് വന്നൊന്ന് വിശ്രമിച്ച് പിന്നെയും പണി തുടങ്ങി. പെരുന്തച്ഛൻ വരച്ച വര അപ്പോൾ അവിടുത്തെ മൂത്താശാരി വരച്ചതാണെന്ന് പണിക്കാരെല്ലാവരും വിചാരിച്ചു. ഈ മൂത്താശാരി ഇത് അറിയണമില്ല. അപ്പോൾ ആ വരയ്ക്കനുസരിച്ച് പണി തുടങ്ങി. എല്ലാം പണിയും കഴിഞ്ഞ് കഴുക്കോലും എല്ലാം പണി തീർത്ത് കൂട് കയറ്റാൻ തുടങ്ങി. ഇപ്പോൾ കൂടം ഉറക്കണില്ല, കൂടം പിടിക്കണേ ഇല്ല. അപ്പോൾ മൂത്താശാരിയും പണിക്കാരും എല്ലാവരും കൂടി എത്ര വിചാരിച്ചിട്ടും ഒരു രക്ഷയില്ല. ഇത് എങ്ങനെയാണ് ഈ അബദ്ധം പറ്റിയതെന്ന് ആർക്കും മനസ്സിലാവണില്ല. എല്ലാവർക്കും വിഷമായി. ഒടുക്കം കഴുക്കോല് ഒക്കെ മാറ്റണം എന്ന് തീർച്ചയായി. കഴുക്കോലിന് പണിയിൽ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് കഴുക്കോലെല്ലാം പിന്നെയും മാറ്റണം എന്ന് ഉറപ്പിച്ചിട്ട് അതങ്ങനെ ഇട്ടിട്ട് വേറെ പണി തുടങ്ങി. പെരുന്തച്ഛൻ പോയിട്ട് ആരും അറിയാതെ കുറേ കടുന്തുടികൾ ഉണ്ടാക്കി കൊണ്ടുവന്നു അത്രേ. കടുന്തുടി എന്ന് പറഞ്ഞാൽ പഴയ കാലത്തുള്ള ഒരു ഒരു ഡമരു ഒക്കെ പോലെ തുടിയുണ്ടല്ലോ, തുടി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെയുള്ള ഒരു സാധനമാണ് കടുന്തുടി എന്ന് പറയുന്നത്. അപ്പോൾ പെരുന്തച്ഛനെയും പോയി കൂടം ഉറക്കില്ല എന്ന് പെരുന്തച്ഛന് നല്ല ഉറപ്പാണ്. അപ്പോൾ ഈ വരയൊക്കെ വരച്ച് വെച്ചിട്ട് പുള്ളി പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കുറച്ച് കടുന്തുടിയും ഒക്കെ ഉണ്ടാക്കി ഇങ്ങോട്ട് വന്നു. ഈ അമ്പലം പണിയണ സ്ഥലത്തേക്ക് വന്നു. ഉച്ചയായപ്പോൾ ആശാരിമാർ ഉണ്ണാൻ പോണ ആ സമയം നോക്കി പെരുന്തച്ഛൻ ഇവിടെ എത്തി, കടുന്തുടിയൊക്കെ ഉണ്ടാക്കിയിട്ട്. മകനും കൂടെ പോയി, പുറകെ മകനും പോയി. ഒരു ദിവസം ഉച്ചയായപ്പോൾ ഈ അമ്പലം പണിയണ സ്ഥലത്ത് വന്നു. അപ്പോൾ ആശാരിമാരെല്ലാം അപ്പോൾ ഊണ് കഴിക്കാൻ പോയിരിക്കുകയായിരുന്നു. അവിടെ ആരുമില്ല എന്ന് മനസ്സിലായപ്പോൾ പെരുന്തച്ഛൻ ശ്രീകോവിലിൻ്റെ മുകളിൽ കയറി ഈ കടുന്തൊടികളൊക്കെ വെച്ച് ഇണക്കിയിട്ട് ഒരടി കൊടുത്തു. പെട്ടെന്ന് പഴയ കൂടം അവിടെ ഇട്ട് വെച്ചിരിക്കുകയാണല്ലോ, അവർക്കൊന്നും ചെയ്യാൻ പറ്റണില്ല പഴയ പണിക്കാർക്ക്. അപ്പോൾ ഈ കടുന്തുടിയൊക്കെ എല്ലാം കൂടി ചേർത്തിണക്കി എന്തോ ഒരു സൂത്രം ചെയ്തപ്പോൾ ഈ കൂടം അവിടെ പിടിച്ചു. അപ്പോഴേക്കും പുറകെ വന്ന മകനും അവിടെ എത്തി. അപ്പോൾ പെരുന്തച്ഛൻ ചോദിച്ചു, കണ്ടോടാ മോനെ കൂടം പിടിച്ചത് എന്ന് ചോദിച്ചു. ഓ, കാണുകയും ചെയ്തു പഠിക്കുകയും ചെയ്തു എന്ന് മകൻ ഉത്തരവും പറഞ്ഞു. അപ്പോൾ ഈ മകൻ അസാമാന്യ ബുദ്ധി ഉള്ള ഒരു മകനാണെന്ന് ഈ പെരുന്തച്ഛന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ, ആ മൂത്ത പുത്രനാണ്, എന്നാലും ഇവൻ എന്നെയും കവച്ചു വയ്ക്കുമോ എന്നുള്ളൊരു സംശയം പെരുന്തച്ഛന് കുറേ അങ്ങോട്ട് സഹിക്കാൻ വയ്യാണ്ടായി. ഒരു അസൂയ, മകനാണെങ്കിലും അവനോടൊരു അസൂയയും ഒരു ദേഷ്യവും ഒക്കെ തുടങ്ങി.
അപ്പോൾ ഇവൻ ഇങ്ങനെ എന്നെക്കാളും കവച്ച് വെച്ച് ജീവിക്കാൻ തുടങ്ങിയ എൻ്റെ പേരിനൊക്കെ ഒരു കുറവ് വരും. നമ്മൾ സാധാരണ അങ്ങനെയല്ലല്ലോ പറയുക, നമ്മുടെ മക്കൾ നമ്മളെക്കാളും കേമനാവണം എന്നല്ലേ നമ്മൾ വിചാരിക്കാറ്. പക്ഷേ പെരുന്തച്ഛന് എന്താണെന്നറിയില്ല, പെരുന്തച്ഛന് മകനിങ്ങനെ അതിബുദ്ധിമാനായി കാണുമ്പോൾ പെരുന്തച്ഛനൊരു അസൂയയും ദേഷ്യമൊക്കെയാണ് തോന്നിയത്. എന്തോ കഥ, ആ മകൻ്റെ യോഗം അല്ലേ, അങ്ങനെ ഞാൻ വിചാരിക്കണേ. ഇവൻ ജീവിച്ചിരുന്ന എൻ്റെ കീർത്തിക്കും ഒക്കെ ഒരു കുറവ് വരും എന്ന് വിചാരിച്ചിട്ട് ഇവൻ്റെ കഥ കഴിക്കണം എന്ന് വിചാരിച്ചു, മനസ്സിൽ ഉറപ്പിച്ചു. എപ്പോഴെങ്കിലും ഒന്ന് പറ്റിക്കണം എന്ന് വിചാരിച്ചു. ഈ കൂടം പിടിച്ച ശബ്ദം കേട്ടപ്പോൾ ആശാരിമാരെല്ലാം ഓടി വന്നു നോക്കിയിട്ടോ. ഊണ് കഴിഞ്ഞ് ഓടി വന്ന് നോക്കി, എന്താ ശബ്ദം കേട്ടേ, കൂടം പിടിക്കണ ശബ്ദമാണല്ലോ കേട്ടത് എന്ന് വിചാരിച്ചിട്ട് ആശാരിമാരെല്ലാം ഓടി വന്ന് നോക്കി. ഇപ്പോൾ കൂടം പിടിച്ചിരിക്കണു. അപ്പോൾ ഇതൊക്കെ പെരുന്തച്ഛൻ്റെ കൗശലമാണ് എന്ന്, പെരുന്തച്ഛനാണ് ആശാരി എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ പെരുന്തച്ഛനെയും മകനെയൊക്കെ ഒരുപാട് നമസ്കരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തു. അന്ന് മുതൽ പെരുന്തച്ഛനെയും മകനെയും കൂടി ഈ പണിക്ക് കൂട്ടി അവർ. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നൊക്കെ, മെയിനായിട്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം, ഇതിന് വേണ്ടതൊക്കെ പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞപ്പോൾ പിന്നെ പെരുന്തച്ഛനും മകനും അവിടെ തന്നെ ഇവരുടെ കൂടെ പണിയാൻ തുടങ്ങി. അങ്ങനെ ഈ ഊണ് കഴിക്കാൻ പോയപ്പോൾ ഒന്നും മിണ്ടോ ഒന്നും ഗവനിക്കുകയോ ഒന്നും ചെയ്യാതെയാണല്ലോ പോയത്. അപ്പോൾ ഇത് പെരുന്തച്ഛനാണ്. ഇനിയിപ്പോൾ ആരായാലും പിന്നെ ഈ ആശാരിമാർ അന്നത്തെ കാലത്ത്, ഇപ്പോൾ ഒന്നും അതൊന്നും നടക്കണ കാര്യമല്ല. ഇപ്പോൾ അന്ന് ആശാരിമാർ അങ്ങനെ ഒരാൾ പണിതുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വേറെ ആശാരിമാർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൂടെ ചോറ് കൊടുക്കാതെ ഉണ്ണാറില്ല എന്നാണ് പറയണത്. അങ്ങനെ ഈ അമ്പലത്തിൻ്റെ പണിയുടെ സമയത്ത് അമ്പലത്തിൻ്റെ മുകളിൽ ഇരുന്ന് പെരുന്തച്ഛൻ പണിയാണ്. അപ്പോൾ മകൻ താഴെ ഇരുന്ന് പണിയുന്നുണ്ട്. അപ്പോൾ ഈ മോളിൽ നിന്ന് വലിയൊരു ഉളി, ഉളി എന്ന് പറഞ്ഞാൽ എന്തൊരു മൂർച്ചയാണ്, ഈ മരമൊക്കെ ചെത്തി നന്നാക്കണ ഉളിയല്ലേ, അതങ്ങോട്ട് താഴത്തേക്ക് ഇട്ടു. ഉളി കയ്യിൽ നിന്ന് അബദ്ധത്തിൽ വീണതാണ് എന്ന് നടിച്ചു പെരുന്തച്ഛൻ. എന്നിട്ട് കൈമോശം വന്നതാണ് എന്നുള്ള ഭാവത്തിൽ ഇട്ടു. ഉളി വന്ന് വീണിട്ട് ആ മകൻ്റെ കഴുത്ത് മുറിഞ്ഞ് മകൻ അപ്പോൾ അവിടെ കടന്ന് മരിച്ചു. ഈ ഒരു അമ്പലം തിരുവല്ലായിലാണെന്നാണ് ഐതിഹ്യത്തിലൊക്കെ പറയണത്. അതേ തിരുവല്ലായിലുള്ള ഏത് അമ്പലമാണെന്ന് എനിക്കറിയില്ല. അതുപോലെ നമ്മുടെ കൂറ്റനാട് കുമ്പിടിയിലുള്ള വരാഹമൂർത്തി ക്ഷേത്രമാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതാണെന്ന് ഇപ്പം നമുക്കറിയില്ല. അങ്ങനെ ആണ് പെരുന്തച്ഛൻ മകനെ അങ്ങനെ വധിച്ചു. അതുപോലെ പെരുന്തച്ഛൻ സ്വദേശത്തുള്ള പെരുന്തച്ഛൻ്റെ നാട്ടിൽ തന്നെ നമ്പൂതിരിമാരുടെ ആവശ്യപ്രകാരം ഒരമ്പലം പണിതിട്ടുണ്ട്. അവിടെ സോപാനത്തിൽ നിന്ന് ശ്രീകോവിലേക്ക് കയറുമ്പോൾ തലമുട്ടും എന്ന് തോന്നും അത്രേ. അങ്ങനെ ഒരു സൂത്രത്തിലാണ് അത് പണിതിരിക്കുന്നത്. അപ്പോൾ തലമുട്ടും എന്ന് വിചാരിച്ച് കുനിങ്ങോട്ട് പോയിട്ട് കുനിങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ തലമുട്ടും അത്രേ. അങ്ങനെ സാധാരണ പോലെ അങ്ങോട്ട് കയറിപ്പോയാൽ തലമുട്ടില്ല. തലമുട്ടുമോ എന്ന് വിചാരിച്ച് കുനിങ്ങങ്ങോട്ട് കയറി വാതിൽ കടന്നിട്ടുണ്ടെങ്കിൽ, ശ്രീകോവിലിൻ്റെ വാതിൽ കുനിഞ്ഞു കടന്നിട്ടുണ്ടെങ്കിൽ തല ഉറപ്പായിട്ട് മുട്ടും. അങ്ങനെ ഒരു സൂത്രവും ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെ ഒരു അമ്പലം, ഉളിയന്നൂരാണല്ലോ സ്ഥലം, അവിടെ ഏതമ്പലമാണെന്നറിയില്ല. അങ്ങനെ ഒരമ്പലവും സൂത്രത്തിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് പെരുന്തച്ഛൻ. അതുപോലെ പെരുന്തച്ഛൻ ഇടയ്ക്ക് ഈ അഗ്നിഹോത്രി, മൂത്ത സഹോദരനാണല്ലോ അഗ്നിഹോത്രി, ഇടയ്ക്ക് ഒരു ദിവസം കാണാൻ പോയി. അപ്പോൾ പെരുന്തച്ഛൻ ഈ അച്ഛൻ്റെ ശ്രാദ്ധത്തിന് അല്ലാതെ അഗ്നിഹോത്രിയുടെ ഇല്ലത്തേക്ക് ചെന്നാൽ ഇവർ ആരും അകത്തേക്ക് കയറാറില്ല, പുറത്തു നിൽക്കുകയുള്ളൂ. അകത്തേക്ക് കയറുന്നത് അച്ഛൻ്റെ ശ്രാദ്ധത്തിൻ്റെ അന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ബാക്കി 10 പേരും, കാരക്കലമ്മയും കൂട്ടി 10 പേരാണ് ഉള്ളത്.
11 പേര്. അപ്പോൾ ബാക്കി 10 പേര് ഇദ്ദേഹത്തിൻ്റെ ഇല്ലത്തിനുള്ളിലേക്ക് കടക്കില്ല, ശ്രാദ്ധം ഉള്ള ദിവസമല്ലാതെ പുറത്ത് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഒരു ദിവസം ചെന്നപ്പോൾ അഗ്നിഹോത്രി അവിടെ പുറത്തൊന്നുമില്ല. അപ്പോൾ ഭൃത്യന്മാരോട് ചോദിച്ചു. അപ്പോൾ അഗ്നിഹോത്രി എന്താ ചെയ്യണേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പൂജയിലാണ്, സഹസ്രാവർത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. വേഗം പെരുന്തച്ഛൻ അവിടെ ആ മുറ്റത്ത് ഇരുന്നിട്ട് ഒരു കുഴി കുഴിച്ചു. ആ കുഴി കുഴിച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ ചോദിച്ചു, ഇപ്പം എന്താ ചെയ്യണേ, കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവർ, സൂര്യ നമസ്കാരം ചെയ്യുകയാണ്, കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴും പെരുന്തച്ഛൻ ഒരു കുഴി കുഴിച്ചു. പിന്നെ അന്വേഷിച്ചപ്പോൾ ഗണപതി ഹോമം കഴിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പല പ്രാവശ്യം ചോദിച്ചു കേട്ടോ. അപ്പോഴൊക്കെ ഓരോ പൂജയുടെ, വിഷ്ണു പൂജയാണ്, ശിവപൂജയാണ്, സാളഗ്രാമ പൂജയാണ്, അങ്ങനെ ഓരോന്നും പറഞ്ഞ് ഉച്ചയായി. ഈ പറയുമ്പോഴൊക്കെ ഓരോ പൂജയുടെ കാര്യം പറയുമ്പോഴൊക്കെ ഈ പെരുന്തച്ഛൻ മുറ്റത്ത് ഓരോ കുഴി കുഴിക്കും. അങ്ങനെ ഉച്ചയായപ്പോൾ അഗ്നിഹോത്രി പുറത്തു വന്നു. അപ്പോൾ തേവാരെല്ലാം കഴിഞ്ഞോ എന്ന് ചോദിച്ചു അഗ്നിഹോത്രിയോട് പെരുന്തച്ഛൻ. ഏകദേശമൊക്കെ കഴിഞ്ഞു, പെരുന്തച്ഛൻ വന്നിട്ട് ഒരുപാട് നേരമായി ഇല്ലേ, മുഷിഞ്ഞു ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ മുഷിഞ്ഞൊന്നുമില്ല, ഞാനിവിടെ ഈ മുറ്റത്ത് ഒരുപാട് കുഴി കുഴിച്ചു, പക്ഷെ ഒന്നിലും വെള്ളം കണ്ടില്ല. ഇത്രയും നേരം കൊണ്ട് ഒരുപാട് കുഴി കുഴിക്കണതിന് പകരം ഒരു കുഴി, ഈ 10-12 കുഴി കുഴിക്കണതിന് പകരം ഒരു കുഴി തന്നെ മുഴുവനും നന്നായിട്ട് കുഴിച്ചെങ്കിൽ അതിലിപ്പം വെള്ളം കണ്ടേനെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ പെരുന്തച്ഛൻ നമ്മളെ ആക്ഷേപിക്കുകയാണ് എന്ന് മനസ്സിലായി അഗ്നിഹോത്രിക്ക്. എല്ലാവരും നല്ല ബുദ്ധിമാന്മാർ തന്നെയാണല്ലോ, വരരുചിയുടെ മക്കളല്ലേ, അപ്പോൾ ബുദ്ധിയുള്ളവർ തന്നെയാണല്ലോ എല്ലാവരും. അപ്പോൾ പെരുന്തച്ഛൻ പറഞ്ഞതിൻ്റെ സാരം, ഒരുപാട് മൂർത്തികളെ സേവിക്കുന്നതിന് പകരം ഒരാളെ നന്നായിട്ട് ശ്രദ്ധയോടെ സേവിച്ചാൽ മതി, അപ്പോൾ ഇതിനേക്കാളും ഫലം കിട്ടും എന്നാണ് പെരുന്തച്ഛൻ പറഞ്ഞത് എന്ന് അഗ്നിഹോത്രിക്ക് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, പല കുഴി കുഴിച്ചാലും പല കുഴിയായാലും അത് പതിവായി കുറേശ്ശെ ഇങ്ങനെ കുഴിച്ച് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ വെള്ളം കാണും എന്ന് പറഞ്ഞു. അപ്പോൾ പല കുഴികളായാലും എല്ലാത്തിലും കുറേ കാലം കഴിയുമ്പോൾ വെള്ളം കാണും. എന്നാൽ അതിൻ്റെയൊക്കെ അടിയിലുള്ള ഉറവയ്ക്ക് പരസ്പരം ബന്ധമുണ്ട്, എല്ലാത്തിൻ്റെയും ചുവട് ഒന്ന് തന്നെയാണ് എന്നാണ് വിചാരിക്കണേ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് മൂർത്തിയായാലും അപ്പോൾ പെരുന്തച്ഛന് മനസ്സിലായി, ചുവട് എല്ലാത്തിനും ഒന്നാണെങ്കിലും ഓർമ്മ വിട്ടു പോകാതിരുന്നാൽ മതി, ചുവട് എല്ലാത്തിനും ഒന്നുപോലെ ആണ് എന്നുള്ള ഓർമ്മ വിട്ടു പോകാഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എത്ര കുഴി വേണമെങ്കിലും കുഴിക്കാം, എല്ലാത്തിലും വെള്ളവും കാണും എന്ന് പെരുന്തച്ഛനും മറുപടി പറഞ്ഞു. അപ്പോൾ പെരുന്തച്ഛന് അഗ്നിഹോത്രി പറഞ്ഞതിൻ്റെ യുക്തി മനസ്സിലായി, അത് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ പരസ്പരം ഇങ്ങനെ പറഞ്ഞത് 2 പേർക്കും മനസ്സിലായി. അങ്ങനെ ആണ് പെരുന്തച്ഛൻ്റെ അഗ്നിഹോത്രിയുടെയും ഈ ഒരു ഇതിൽ നമുക്ക് ഇന്നത്തെ കഥ നിർത്താം. അടുത്ത തവണ പാക്കനാരുടെ കഥയുമായിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.